അടിസ്ഥാനപരമായി വീഴ്ച സംഭവിച്ചിരിക്കുന്ന റോഡിൽ ഇനി എങ്ങനെയാണ് പുനർനിർമ്മാണം എന്നൊരു ചോദ്യമുണ്ടല്ലോ. കോടികൾ ചെലവഴിച്ചു കഴിഞ്ഞതാണല്ലോ. ഇതിൽ ഇനി ഒന്നിൽ നിന്ന് തുടങ്ങുമോ? അതിനൊക്കെ എഞ്ചിനീയർമാരുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരെ നിങ്ങൾ അങ്ങനെ കൊച്ചായി കാണല്ല. അതായത് പ്രകൃതിയുടെയും ഭൂമിയുടെയും സ്വഭാവം വെച്ച് പല കുഴപ്പങ്ങളും സംഭവിക്കും. അത് പരിഹരിക്കാനുള്ളൊക്കെ ബുദ്ധി അറിവും ഉള്ള ആളുകളല്ലേ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാർ. നമ്മൾ അവരെ അങ്ങനെ കൊച്ചാക്കരുത്. അവർ പരിഹരിക്കും. അവർ ഈ ഇന്ത്യ മുഴുവൻ റോഡ് ഉണ്ടാക്കുന്നില്ലേ? കേരളത്തിൽ എത്ര റോഡ് ഉണ്ടാക്കി? ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മൈസൂർ ടു ബാംഗ്ലൂർ ഹൈവേ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കൊങ്കൺ റെയിൽവേയിൽ എല്ലാ കൊല്ലവും മണ്ണിടിയുന്നില്ലേ? ഇല്ലേ? കൊങ്കൺ റെയിൽവേയിൽ മണ്ണിടിയുന്നത് കൊണ്ട് എന്താണ് പറഞ്ഞു വരുന്നത്? ഇതിപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ അതിനുശേഷം അങ്ങ് പരിഹരിക്കുമെന്നാണോ? ഒരു കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്, പാറക്കല്ലുകൾ വീണത് ഭാഗ്യം കൊണ്ടാണ് ആ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. അതൊരു മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നെങ്കിൽ താങ്കൾ ഇതേ ലാഘവത്തോടു കൂടി മറുപടി പറയുമായിരുന്നു. ഇനി അങ്ങോട്ട് മഴ കനത്തു കഴിഞ്ഞാൽ മറ്റു റോഡുകളിലും ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ശ്രീ പത്മനാഭൻ? ആർക്കും ഒരു ഉറപ്പും തരാൻ പറ്റില്ല. കാരണം ഇത് പ്രകൃതിയുടെ ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടവും അല്ല, ദൈവമല്ല, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം. നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം. അങ്ങനെയാണ് പരിഹരിക്കുക. നമ്മുടെ അടുത്ത് സാങ്കേതിക വിദ്യയുണ്ട്, ഉപകരണങ്ങളുണ്ട്, യന്ത്രങ്ങളുണ്ട്. പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച് പോകണം, മുന്നോട്ട് പോകണം. പണ്ടത്തെ കാലത്തെ പോലെയല്ലല്ലോ. നമ്മൾ പണ്ട് ഉപയോഗിച്ച ഉപകരണങ്ങളല്ലല്ലോ ഒന്നും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെല്ലുവിളികൾ, പ്രകൃതിയുടെ വെല്ലുവിളികളുണ്ട്. അതിനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറികടന്ന് മുന്നോട്ട് പോകണം. അതാണ് ചെയ്യേണ്ടത്. നോക്കൂ, കരാർ കമ്പനിക്ക് തുടക്കത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചു എന്നാണ് ഗതാഗത മന്ത്രാലയം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കരാർ കമ്പനിക്ക് തുടക്കത്തിലേ വീഴ്ച സംഭവിച്ചു. അതായത് ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ, ഈ പറഞ്ഞ പാടം പോലുള്ള പ്രദേശങ്ങൾ, വയൽ പ്രദേശങ്ങൾ, അവിടത്തെ ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ, അതാണ് അപകട കാരണം എന്ന് വിലയിരുത്തിയിരിക്കുന്നത് ഗതാഗത മന്ത്രാലയമാണ്. ഇനി താങ്കൾ അതിൽ വെള്ളം ചേർക്കണ്ട. അതെ, എനിക്കെന്ത് വെള്ളം ചേർക്കാൻ? എപ്പോ നോക്കണമായിരുന്നു ശ്രീ പത്മനാഭൻ? നിർമ്മാണം തുടങ്ങും മുൻപ് നോക്കണമായിരുന്നു. അല്ല, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ കൂരിയാട് മാത്രമല്ലേ പ്രശ്നമുള്ളൂ? ഇപ്പോൾ സാങ്കേതികമായ നിർമ്മാണത്തിലുള്ള അപാകത സാങ്കേതിക വിദഗ്ധ സംഘം കണ്ടെത്തിയത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ. 644 കിലോമീറ്ററിൽ ഒരു സ്ഥലത്താണ് നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയത്. ഇത് മുഴുവൻ തട്ടിപ്പാന്ന് പറയാം. കുപ്പത്ത് അത് അവിടത്തെ വലിയ കുന്നിടിച്ച്, അതൊന്നും നിർമ്മാണത്തിന് അപാകതയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു വിദഗ്ധ സംഘവും പറഞ്ഞിട്ടില്ല. വഴിയെ പോകുന്നവർ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അറിയില്ല. സാങ്കേതിക വിദഗ്ധന്മാർ വന്ന് പരിശോധിച്ചോ? കുപ്പത്ത് എന്നിട്ട് പറഞ്ഞോ ഇത് നിർമ്മാണത്തിന് അപാകത? പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യം കണ്ട വിള്ളൽ കണ്ട സ്ഥലത്തെ പരിശോധന മാത്രമാണ്. ഇനി അങ്ങോട്ട് പരിശോധന തുടരേണ്ടി വരും. വെള്ളിയാഴ്ച കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും. ഇതൊക്കെ NHAയുടെ മുന്നിലെ ഉത്തരവാദിത്തമാണ്. ഇത്ര ലാഘവത്തോട് ഇതിനെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. പരിശോധിച്ചിട്ട് അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. അതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണം. അപാകത ഉണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്കൊന്നും ഇതിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ആർ വിത്ത് എ ഓപ്പൺ മൈൻഡ്. തുറന്ന സമീപനമാണ്. നിർമ്മാണം 60% പൂർത്തിയാക്കിയ ശേഷം അതിൽ തർക്കമില്ലല്ലോ. നിർമ്മാണം 60% പൂർത്തിയാക്കിയ ശേഷം ഇനി തുറന്ന സമീപനത്തിൽ എന്താണ് അർത്ഥം? തുറന്ന സമീപനമല്ലാതെ മറ്റു സമീപനം എടുക്കാൻ പറ്റില്ലല്ലോ NHAയ്ക്ക് ഉത്തരവാദിത്തമാകുമ്പോൾ. ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഹൈവേ വേണ്ടെന്ന് പറഞ്ഞോ? അല്ല, ഹൈവേ വേണ്ട എന്നുള്ളതാണോ അതിന്റെ മറുപടി? ഹൈവേ വേണ്ട എന്നുള്ളതാണോ മറുപടി? വേണം. അല്ല, ഹൈവേ വേണ്ട എന്നതാണ് അതിന്റെ ഉത്തരം. ഹൈവേ നിങ്ങൾ ഹൈവേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈവേയിൽ വിള്ളലും ഉണ്ടാകും എന്നതാണോ കേരളത്തിനോട് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന്? നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള ഭൂമിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതം പരിശോധിച്ച ശേഷം ആ പ്രത്യാഘാതം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിർമ്മാണം. പരിശോധിച്ചു. നിർമ്മാണത്തിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചിട്ടില്ല ശ്രീ പത്മനാഭൻ.
ഇതിവിടെ ഞങ്ങൾ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, ഗതാഗത മന്ത്രാലയം പറയുന്നതാണ്. 644 കിലോമീറ്റർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോളൊന്നും കാര്യമില്ല. 644 കിലോമീറ്റർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിഴവുകൾ സംഭവിക്കുമ്പോഴാണല്ലോ ചർച്ച. നിങ്ങൾ മാവോയിസ്റ്റുകളെ പോലെ സംസാരിക്കല്ല. അതാണ് വികസന വിരോധികളും മാവോയിസ്റ്റുകളും. അതാണ് പി.വി. അൻവർ താങ്കൾ നേരത്തെ പറഞ്ഞ മല എങ്ങനെ തുറക്കുന്നു എന്ന കാര്യം പറഞ്ഞല്ലോ. വെർട്ടിക്കലായി മല തുറക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.